നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പ്രളയസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഉണ്ടായത് അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തമെന്നാണ് അബിൻ വർക്കി MLA വ്യക്തമാക്കിയത്. പമ്പാ നദി കരകവിഞ്ഞതിനെ തുടർന്ന് റാന്നി ടൗണിൽ കയറിയ പ്രളയജലം മുഴുവനായി തന്നെ പൂർണ്ണമായും ഒഴുകിയെത്തുന്നത് താഴ്ന്ന പ്രദേശമായ ആറന്മുളയിലേക്കാണ്. റാന്നിയിൽ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ആറന്മുളയിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആറന്മുള മണ്ഡലത്തിലേക്ക് കൂടുതൽ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് MLA ആവശ്യപ്പെട്ടത്. റവന്യൂ വകുപ്പ് കുറച്ചുകൂടി കാര്യക്ഷമമായും വേഗത്തിലും ദുരന്ത മേഖലയിൽ ഇടപെടണമെന്നും കൂടുതൽ കേന്ദ്ര രക്ഷാസേനകളെ ഇവിടേക്ക് നിയോഗിക്കണമെന്നും അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രളയ പശ്ചാത്തലത്തിൽ ആറന്മുള വള്ളസദ്യയോടനുബന്ധിച്ചുള്ള പള്ളിയോടങ്ങളുടെ ഘോഷയാത്ര പൂർണ്ണമായി റദ്ദാക്കിയിരിക്കുകയാണ്. അതേസമയം ശബരിമല വനത്തിനുള്ളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പമ്പാ നദി കരകവിഞ്ഞ് റാന്നി താലൂക്കിലുണ്ടായ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. മലയോര രാജ്ഞി എന്നറിയപ്പെടുന്ന റാന്നി ടൗണിലെ വാണിജ്യ സ്ഥാപനങ്ങളും പാർപ്പിട മേഖലകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. NDRF, ഫയർഫോഴ്സ്, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവർ രക്ഷാബോട്ടുകളും പരമ്പരാഗത കുട്ടവഞ്ചുകളും ഉപയോഗിച്ച് ദുരന്ത മേഖലയിൽ സജീവമായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. റാന്നിയിൽ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നുണ്ടെങ്കിലും ഇവിടുത്തെ പ്രളയജലം ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുന്നത് വലിയ ആശങ്കയ്ക്കാണ് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന റാന്നി നഗരം വെള്ളത്തിനടിയിലായതോടെ വ്യാപാരികൾ ദുരിതത്തിലാവുകയായിരുന്നു. വെറും 24 മണിക്കൂറിനുള്ളിൽ 339 മില്ലിമീറ്റർ മഴയാണ് റാന്നിയിൽ പെയ്തിറങ്ങിയത്. 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് നഗരം കടന്നുപോകുന്നത്. ഇന്ന് രാവിലെയോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും മേഖലയിലെ വ്യാപാരികൾക്ക് ഭീമമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓണക്കാലമായതിനാൽ മിക്ക കടകളിലും വൻതോതിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ചന്ത ദിവസമായതിനാൽ കൂടുതൽ സാധനങ്ങളും കടകളിലേക്ക് ഇറക്കുമതി ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി വെള്ളം കയറിയതിനാൽ കച്ചവട സാധനങ്ങൾ ഒന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനും വ്യാപാരികൾക്ക് സാവകാശം ലഭിച്ചില്ല. പ്രദേശത്തെ ലോട്ടറി വ്യാപാരികൾക്ക് മാത്രം 4 ലക്ഷം രൂപയിലധികമാണ് നഷ്ടം സംഭവിച്ചത്. ഓണം ബമ്പർ ഉൾപ്പെടെയുള്ള ലോട്ടറി ടിക്കറ്റുകൾ വെള്ളത്തിൽ ഒലിച്ചു പോവുകയുണ്ടായി. വ്യാപാരികൾക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കണമെന്നും അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റാന്നി MLA പഴകുളം മധു വ്യക്തമാക്കി. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം കച്ചവടക്കാരുടെ ഉപജീവന മാർഗത്തെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. ദുരിതത്തിലായ വ്യാപാരികളെ സഹായിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഇതിനിടെ സംസ്ഥാനത്തെ കാലവർഷക്കെടുതിയെ നേരിടാൻ ഒന്നിച്ചിറങ്ങാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. ദുരിത പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കുറിപ്പുമായി പിണറായി വിജയൻ രംഗത്ത് വന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്തണം, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കാലവർഷക്കെടുതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതുവരെ 5 പേർ മരണപ്പെട്ടുവെന്നത് അത്യന്തികം വേദനാജനകമാണ്. വീടുകളും കൃഷിയും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട ജനങ്ങൾ വലിയ ദുരിതത്തെ അഭിമുഖീകരിക്കുകയാണ്. റാന്നിയിൽ ഒറ്റ രാത്രി കൊണ്ട് 331 മില്ലിമീറ്ററിലധികം അതിതീവ്ര മഴ രേഖപ്പെടുത്തിയതും വയനാട്ടിലും ഇടുക്കിയിലും കോട്ടയത്തും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതും അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന സാഹചര്യമാണിതെന്ന താക്കീതാണ് നൽകുന്നത്. 2018 2019 അതിതീവ്ര മഴയും മേഘ വിസ്ഫോടനത്തിന് സമാനമായ മഴയും മൂലം നിരവധി പ്രദേശങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെള്ളത്തിനടിയിലായ ദുരനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ മുന്നറിയിപ്പുകളെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ദുരിതബാധിതരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരവും ഫലപ്രദവുമായ ഇടപെടൽ നടത്തണം. രക്ഷാപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും നാശനഷ്ടങ്ങൾക്ക് കാലതാമസമില്ലാതെ നഷ്ടപരിഹാരം നൽകുകയും വേണം. അതോടൊപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മറ്റ് സർക്കാർ ഏജൻസികളും നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദുരിതപ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാവുകയും അധികാരികളുമായി സഹകരിച്ച് പരമാവധി സഹായം ഉറപ്പാക്കുകയും ചെയ്യണം.
ഈ പ്രയാസകരമായ സാഹചര്യത്തെ നേടാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ജാഗ്രതയും ഐക്യദാർഢ്യവും കൊണ്ട് ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാമെന്നായിരുന്നു പോസ്റ്റ്. ഉരുൾപൊട്ടിയും ഗതാഗതം തടസ്സപ്പെട്ടും മലയോര മേഖലകളും നദികൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളും ഒറ്റപ്പെട്ടതോടെ സംസ്ഥാനം രൂക്ഷമായ മഴക്കെടുതിയിലായിരിക്കുകയാണ്. കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞ് പാലാ നഗരം വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. എരുമേലി, മുണ്ടക്കയം, മണിമല ടൗണുകളിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ 8 ഇടത്താണ് കല്ലുകൾ വീണ് ഗതാഗതം മുടങ്ങിയത്. ഏറ്റുമാനൂർ, പൂഞ്ഞാർ, പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന പാതകളിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം മുടങ്ങി. പത്തനംതിട്ടയിൽ 3 ഇടത്ത് ഉരുൾപൊട്ടിയെങ്കിലും ആളപായമില്ല. വെള്ളം കയറി റാന്നി ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു. വീടുകളിൽ കുടുങ്ങിയവരെ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, പോലീസ് സംഘം എന്നിവരാണ് രക്ഷപ്പെടുത്തിയത്. ആറന്മുളയിൽ സത്രക്കടവ് മുതൽ മാലക്കര വരെ റോഡ് വെള്ളത്തിലായി. ആചാരപരമായി ആറന്മുള വള്ളസദ്യ നടന്നു. മുഴിയൂർ ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു വെച്ചിരുന്നു, 2 അടച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പേപ്പാറ, അരുവിക്കര, നെയ്യാർ ഡാമുകളിലെ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കൊളിത്തട്ട്, ആറളം വന്യജീവി സങ്കേതം, മാക്കൂട്ടം, ബ്രഹ്മഗിരി വനമേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായി. ആറളം ഫാമും ആറളം വന്യജീവി സങ്കേതവും ഒറ്റപ്പെട്ടു. പഴശ്ശി അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു. കൊട്ടിയൂർ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെ വരെ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ മംഗലം, കാഞ്ഞിരപ്പുഴ അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. തൃത്താല, വെള്ളിയാങ്കല്ല് ഷട്ടറുകൾ ഉയർത്തി. കോഴിക്കോട് താമരശ്ശേരി, ഈങ്ങാപ്പുഴ ദേശീയപാതയിൽ വെള്ളം കയറി തടസ്സപ്പെട്ട ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിച്ചു. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ റിവർ ഫെസ്റ്റിവൽ നിർത്തിവെച്ചു. ശനിയാഴ്ച പുലർച്ചെ കടലുണ്ടി കപ്പലങ്ങാടി ബീച്ചിൽ ബോട്ട് കരയ്ക്കടുപ്പിക്കുവാൻ കഴിയാതെ കടലിൽ കുടുങ്ങിയ 17 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പലർക്കും പരിക്കുകളേറ്റിട്ടുണ്ട്. ഇടുക്കിയിൽ പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായി. കല്ലാർകൂട്ടി, മലങ്കര, കല്ലാർ ഡൈവേർഷൻ, പാംബ്ല അണക്കെട്ടുകൾ തുറന്നു. ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ഉരുൾപൊട്ടലും പ്രളയസമാനമായ വെള്ളപ്പൊക്കവും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഴക്കെടുതിയിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീതി പടർത്തുകയാണ്. പുഴകൾ കരകവിഞ്ഞു, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഒട്ടേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വ്യാപക കൃഷിനാശവും വസ്തുനഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് തോരാമഴ ഏറെ നാശം വിതച്ചത്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം എന്നീ തെക്കൻ ജില്ലകൾ ഒഴികെയുള്ള കേരളത്തിലെ 12 ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഇതിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിൽ രാവിലെ 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് നിലനിന്നിരുന്നു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ശക്തമായ ന്യൂനമർദ്ദ പാത്തിയാണ് സംസ്ഥാനത്ത് പെട്ടെന്ന് മഴ അതിതീവ്രമാകുവാൻ കാരണമായത്. എന്നാൽ നാളെയുടെ മഴയുടെ ശക്തി കുറയുമെന്നും പ്രവചനമുണ്ട്. സംസ്ഥാനത്തെ തീരദേശ മേഖലകളും ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് കർശന നിർദ്ദേശമുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ വൻതോതിൽ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യത ഉള്ളതുകൊണ്ട് തീരദേശവാസികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൂടാതെ കണ്ണൂർ, കാസർഗോഡ്, വളപട്ടണം മുതൽ ന്യൂ മാഹി വരെയും കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 വരെ 3 മുതൽ 3.5 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്.